ശ്രീ സന്ദീപ് വാര്യർ 6 മിനിറ്റ്. ബഹുമാനപ്പെട്ട ഗവർണർ നടത്തിയിട്ടുള്ള UDF സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തെ പിന്തുണച്ചും ആ നയപ്രഖ്യാപന പ്രസംഗത്തെ പിന്തുണച്ച് ശ്രീ വിൻസെൻ്റ് MLA അവതരിപ്പിച്ച പ്രമേയത്തെ അനുകൂലിച്ചും ഞാനിവിടെ സംസാരിക്കുകയാണ്. സർ, ഞാൻ ആദ്യമായി എന്നെ തിരഞ്ഞെടുത്ത് ഈ നിയമസഭയിലേക്ക് അയച്ച തൃക്കരിപ്പൂരിലെ ജനങ്ങളോടുള്ള എൻ്റെ അഗൈതവുമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സഖാവ് EMS മുതൽ സഖാവ് EK നായനാർ വരെയുള്ള ഒട്ടേറെ ശീർഷരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിജയിച്ചു പോന്നിട്ടുള്ള, ചരിത്രത്തിൽ ഇന്നേ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം വിജയിച്ചു പോന്ന ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി UDFൻ്റെ ഒരു MLA ആയി നിയമസഭയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷക്കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് ഞാനൊരു ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് സർട്ടിഫിക്കറ്റ് നൽകി എന്നെ ഈ പാർട്ടിയിലേക്ക് പറഞ്ഞയച്ച CPMൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. CPMൻ്റെ 5500 ബ്രാഞ്ച് കമ്മിറ്റികളിൽ എന്തുകൊണ്ടാണ് തൃക്കരിപ്പൂർ തോറ്റത് എന്ന് സംബന്ധിച്ച് ചർച്ച നടക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു. വല്ലാതെ ചർച്ച നടത്തി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ മികവ് തന്നെയാണ് തൃക്കരിപ്പൂര് പോലെയുള്ളൊരു മണ്ഡലം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കിയത് എന്ന തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. എന്തുകൊണ്ട് തോറ്റു എന്ന് സംബന്ധിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞ തവണ നൽകിയത് കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നു എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. സർ, എന്താണ് നയപ്രഖ്യാപനം? നയപ്രഖ്യാപനം എന്നത് ഒരു സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ച ദിശാബോധം നൽകുന്ന ഒരു പ്രഖ്യാപനമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം പരിശോധിക്കുമ്പോൾ കേരളത്തിലുണ്ടായിരുന്ന എന്താണ്? നയപ്രഖ്യാപനങ്ങൾക്കപ്പുറം ഒരു പോളിസി പാരാലിസ് ആയിരുന്നു, നയവൈകല്യമായിരുന്നു. പ്രഖ്യാപിക്കുന്നതൊന്നും നടപ്പാക്കുന്നത് വേറൊന്നുമായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഇവരുടെ നയങ്ങൾ എന്തൊക്കെയായിരുന്നു? സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഇവരുടെ നയം ഉണ്ടായിരുന്നു. അവർ ആ പദ്ധതി നടപ്പാക്കുമെന്ന് കൊട്ടിഘോഷിച്ചു. പക്ഷേ ഒരു ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ എതിർപ്പ് നേരിട്ടപ്പോൾ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അതോടൊപ്പം കഴിഞ്ഞ തവണത്തെ മദ്യനയം എന്തായിരുന്നു? കേരളത്തിലെ പ്രശസ്തയായിട്ടുള്ള ഒരു സിനിമാ നടി വന്ന് അന്തരിച്ചുപോയി, ഞാൻ ഏറെ ബഹുമാനിക്കുന്നവരാണ്, അവർ വന്ന് UDF സർക്കാരിനെ വലിയ തോതിൽ വിമർശിച്ചിരുന്നു. മദ്യം ഘട്ടം ഘട്ടമായി കുറയ്ക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ നയമെന്ന് പറഞ്ഞതിന് ശേഷം 1000ഓളം ബാറുകളാണ് സർ കഴിഞ്ഞ 5-10 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിൽ മുഴുവൻ മദ്യം ഇഷ്ടം പോലെ കിട്ടുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തിച്ചു. അതുപോലെ തന്നെ ബ്രൂവറീസുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായിട്ടല്ലേ സർ മലമ്പുഴയിൽ പുതിയ മദ്യനിർമ്മാണ കമ്പനിക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി പരിശ്രമം ഉണ്ടായതും വലിയ എതിർപ്പുണ്ടായതും? ഇവിടെ വ്യവസായ നയത്തെക്കുറിച്ച്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ചൊക്കെ ഒരു വാചാലരായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്കാണ് ഒരു സംരംഭകൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് ഇവരുണ്ടാക്കിയത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പറിച്ചു നടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ പറയുന്ന നയമൊന്നും നടപ്പിലാക്കുന്ന നയം മറ്റൊന്നുമായി പോയതാണ് നിങ്ങളുടെ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെയാണ് സർ കടമെടുപ്പ്, അതുപോലെ ധന നയത്തിലെ പരാജയം. വലിയ തോതിലുള്ള കടമെടുപ്പും നിത്യനിദാന ചെലവുകൾക്ക് പോലും കടമെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ കേരളം മാറിപ്പോയത് കഴിഞ്ഞ 10 വർഷക്കാലത്തിലായിരുന്നു. ആ നയവൈകല്യമാണ് നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് പോലീസുമായി ബന്ധപ്പെട്ട, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടത്. നിങ്ങളുടെ നയം എന്തായിരുന്നു? അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചല്ലോ, UAPA അമെൻമെന്റ് ആക്ട് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച് നാക്ക് വായിലേക്ക് ഇടുന്നതിന് മുമ്പല്ലേ 2 സഖാക്കളെ അതേ നിയമത്തിന്റെ പേരിൽ പിടിച്ച് അകത്തിട്ടത്. അക്കാലത്ത് ഞാനും ഗോവിന്ദ മാഷും ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് ഞാൻ ഗോവിന്ദ മാഷ് ചോദിച്ചു, അല്ല മാഷേ, നിങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ UAPA അമെൻമെന്റ് ആക്ട് ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നടപ്പാക്കിയെന്ന് വെച്ചാൽ മൂപ്പർ എന്നോട് പറഞ്ഞു, അത് ഈ ഭരണവും ഭരണകൂടവും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. എനിക്കിതുവരെ തിരിഞ്ഞിട്ടില്ല എന്താന്ന്. അത് അവരുടെ പാർട്ടിക്കാർ കൂടി തിരിയാത്തത് കൊണ്ടാണ് ഇത്തവണ തളിപ്പറമ്പിലടക്കം അവർക്ക് തോൽക്കേണ്ടി വന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മതവർഗീയതയ്ക്കെതിരെയുള്ള വിധി കൂടിയാണ് സർ വന്നിട്ടുള്ളത്. കടുത്ത വർഗീയ പ്രചരണം ഞാൻ മത്സരിക്കുന്ന സ്ഥലത്തടക്കം നടത്തി. എന്താ പറഞ്ഞത്? ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി, മുസ്ലിം ഏകീകരണം ഉണ്ടായി എന്നാ പറഞ്ഞത്. സർ, ഞാൻ തോൽപ്പിച്ച സ്ഥാനാർത്ഥിയുടെ പേര് VPP മുസ്തഫ എന്നാണ്. അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി സന്ദീപ് വാര്യർ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സർ മതവർഗീയതയാവുന്നത്? എന്റെ പ്രിയ സുഹൃത്ത് ജോയ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമുദായം തവനൂർ മണ്ഡലത്തിൽ എത്രയാ ഉള്ളത്? മലപ്പുറം ജില്ലയെ വർഗീയവാദികളുടെ ജില്ല എന്ന് വിളിച്ചതാരാണ്? നിങ്ങളല്ലേ മലപ്പുറം ജില്ലയെ ഇതുപോലെ ആക്ഷേപിച്ചത്? അവിടെ ജോയ് എങ്ങനെ ജയിച്ചു? അങ്ങനെ ഒട്ടേറെ ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കും. ഞാൻ അതിലേക്ക് ദീർഘമായി കടക്കുന്നില്ല. ഇവിടെ BJPയുടെ ബഹുമാനായിട്ടുള്ള നേതാവ് സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് ഞങ്ങൾ പാടി എന്ന് പറഞ്ഞു.
ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അങ്ങയോട് എല്ലാ ബഹുമാനവും ഉണ്ട്. അവിടെ 3 അംഗങ്ങൾ BJP ഇരിക്കുന്നുണ്ട്. ഇവിടെ സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിൽ നിങ്ങൾ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നില്ലേ? 10 ദിവസം ആ സ്വർണ്ണക്കള്ളക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടാണ് UDFന്റെ അംഗമായിട്ട് ഞാൻ ഈ നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ എവിടെയായിരുന്നു? കോൺഗ്രസിന് നേട്ടമുണ്ടാകും എന്ന് വിലയിരുത്തി സ്വർണ്ണക്കൊള്ളക്കെതിരെ വായ തുറക്കാൻ പോലും BJP തയ്യാറായില്ല. നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ കയ്യിലുള്ളത് 2019 BJPയുടെ പ്രകടന പത്രികയാണ്, സങ്കല്പ് പത്ര. അവിടെ ഇരിക്കുന്ന BJP അംഗങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ ശബരിമലയെ കുറിച്ച് പറയുന്നുണ്ട്. We will endeavor to secure constitutional protection on issues related to faith and belief എന്ന് ശബരിമലയെ കുറിച്ച് 36-ാം പേജിൽ പറയുന്നു. 2019 പത്തനംതിട്ടയിൽ വന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗുജറാത്തിയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു പോയതല്ലാതെ ഞാൻ ചോദിക്കട്ടെ, എന്തേ നിങ്ങൾ ഭരണഘടനയിൽ പരിഷ്കാരം കൊണ്ടുവന്ന് ശബരിമലയെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല? എന്നോട് അതിന്റെ ന്യായീകരണം പറയണ്ട. നിങ്ങൾ ബഹുമാനായിട്ടുള്ള NSS ജനറൽ സെക്രട്ടറി ഒന്ന് ബോധ്യപ്പെടുത്താൻ മതി. അദ്ദേഹം പറയുന്നുണ്ടോ? NSS പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കൊടുത്ത വാഗ്ദാനം പാലിച്ചില്ല. ശബരിമല എന്നുള്ളത് BJPയുടെ പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. ശബരിമല എന്നത് BJPയുടെ എക്കാലത്തെയും വലിയ പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. നിങ്ങൾക്ക് അയ്യപ്പനിലോ ശബരിമലയിലോ ഒരു വിശ്വാസമില്ല. സർ, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട CPMന്റെ അംഗങ്ങൾ ഇന്നെന്തോ ഡീലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ എന്തോ ഡീൽ, BJPയും UDFും ഡീലാന്നാ പറയുന്നത്. എന്ത് ഡീല്? ഞാൻ ഒരു കാര്യം പറയാം. UDF സർക്കാർ ഒരു കാലത്തും BJPയുമായി ഡീൽ ഉണ്ടാക്കാൻ ഒരു പാലവും പണിയില്ല എന്ന ഉറപ്പ് ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു ബ്രിഡ്ജും ഞങ്ങൾ ഉണ്ടാക്കില്ല. ആരാണ് ബ്രിഡ്ജ് എന്ന് സഭയ്ക്കകത്ത് പറഞ്ഞത് നമുക്കറിയാലോ. CPM UDFന്റെ മന്ത്രിസഭയിൽ നിന്ന് ഒരാളും ഒരു പോലീസ് മേധാവിയെയും ദത്താത്രേയ ഹൊസബോളയെ കാണാൻ വേഷം മാറ്റി വിടില്ല എന്ന ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരെ വോട്ട് ചെയ്തത്. അതുപോലെ തന്നെ UDF സർക്കാർ നയിക്കുന്ന ഒരു പരിപാടിയിലും യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം വായിക്കില്ല എന്ന ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാർത്ഥി സമൂഹം വലിയ ആശങ്കയിലാണ്. ബഹുമാനപ്പെട്ട കഴക്കൂട്ടം അംഗത്തെ വിളിച്ച് ആശംസ അർപ്പിക്കാൻ മനസ്സ് കാണിച്ചിട്ടുള്ള നമ്മുടെ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പക്ഷേ നീറ്റിന്റെ എക്സാമിൽ വിഷമം അനുഭവിച്ചിട്ടുള്ള അവിടുത്തെ ആത്മഹത്യ ചെയ്യപ്പെട്ട കുടുംബാംഗങ്ങളെ ഒന്ന് വിളിക്കാൻ പോലും മനസ്സ് കാണിച്ചിട്ടില്ല. പക്ഷേ ധർമ്മേന്ദ്രജി കഴക്കൂട്ടം അംഗത്തെ വിളിച്ച് ആശംസ അർപ്പിക്കുന്നത് നമ്മൾ കേട്ടു. ദയവ് ചെയ്ത് കഴക്കൂട്ടം അംഗം ഒന്ന് വിളിച്ച് പറയണം ധർമ്മേന്ദ്രജിയോട്, ഈ പണി പറ്റില്ലെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോണം. ഇതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്, കുട്ടികൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും കഴക്കൂട്ടം അംഗം കുട്ടികൾക്ക് മിഠായി വാങ്ങി ഇങ്ങനെ മേശപ്പുറത്ത് വെതറി കൊടുക്കുന്നത് കണ്ടു. സന്തോഷം. കഴിഞ്ഞ 10 വർഷക്കാലം അല്ല കുറെ വർഷങ്ങളായിട്ട് സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് ഒരു കോലുമിഠായി പോലും വാങ്ങിക്കൊടുക്കാത്ത അംഗം നിയമസഭാംഗമായതിനു ശേഷം കുറച്ചൊക്കെ മനസ്സ് നൈർമല്യം വന്ന് മിഠായികൾ ഇങ്ങനെ മേശപ്പുറത്തെങ്കിലും ഇടാൻ തുടങ്ങിയല്ലോ. അത് തന്നെ നല്ല മാറ്റമായി ഞാൻ കരുതിയാണ്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായി കരുതുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.